ഇങ്ങനെയുള്ള നമ്മുടെ വായനാശീലം ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ ഫാദറിൻ്റെ സിസ്റ്റർ, പുള്ളിക്കാരി ടീച്ചറാണ്, LP സ്കൂൾ ടീച്ചറാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് UP സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുമ്മണ്ണൂർ എന്ന സ്ഥലത്താണെങ്കിൽ സ്കൂളിലെ ഒരാൾ ഹെഡ് മാസ്റ്ററും അവിടുത്തെ ടീച്ചറുമാണ്. ഇവരുടെ കൺട്രോളിലാണ് ആ സ്കൂളിലിരിക്കുന്നത്. അപ്പോൾ വെക്കേഷൻ സമയത്ത് നമുക്ക് ഇവർ വരുമ്പോൾ ആദ്യം അവരുടെ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്സ് കൊണ്ടുതരും വായിക്കാൻ വേണ്ടി. നമ്മളിത് ഈ സമയം കൊണ്ട് വായിച്ചിരിക്കും. നമുക്ക് വായന അത്ര ഹരമാണ്. ബുക്സ് വായിക്കാൻ തുടങ്ങി, ബാലരമയെന്ന് മാറി ബുക്സ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വെക്കേഷൻ ഇവരെ നമ്മുടെ അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്ന് സ്കൂൾ ഞങ്ങൾ വെക്കേഷൻ തുറന്നിട്ട് ലൈബ്രറി ഞങ്ങൾക്ക് തുറന്നു വന്നു, ഇഷ്ടമുള്ള ബുക്സ് എടുത്തോളാം. അവിടുത്തെ ഒട്ടുമുക്ക ബുക്സ് നമ്മൾ ആ വെക്കേഷന് ചാക്കിൽ പൊതിഞ്ഞ് കെട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് ഒരു വെക്കേഷൻ മൊത്തം ഇന്ന് വായിച്ചു. എങ്ങും പോകുന്നത് വായനയുടെ വായന, കുറേ ബുക്സ്, കുറേ കഥകൾ, ഡിറ്റക്റ്റീവ് കഥ. എനിക്ക് ഡിറ്റക്റ്റീവ് കഥകളോടുള്ള ഒരു ക്രേസ് സ്റ്റാർട്ട് ചെയ്ത്, ത്രില്ലേഴ്സിനോട് ക്രേസ് അന്ന്. മലയാളം ചിലപ്പോൾ ബാറ്റൻ ബോക്സ് അങ്ങനെയുള്ളവരൊക്കെ എഴുതിയ സാധനമായിരിക്കും, ഏറ്റുമാനൂർ ശിവകുമാറൊക്കെ എഴുതിയ നോവലുകളായിരിക്കും. ഞാൻ രക്തം എന്ന് പറഞ്ഞ നോവൽ, അതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ഈ ഒരു മർഡർ നടക്കുമ്പം ഒരു പെൺകുട്ടികളുടെ ശരീരം ബ്ലഡ് ലോസ് ആയിട്ട് കിട്ടുന്നു, അതാണ് സീന്. അപ്പോൾ ബ്ലഡ് ലോസ്, അവരുടെ ദേഹത്ത് നിന്ന് ബ്ലഡ് ഊറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ പ്രേതമാണെന്നാണ് ആദ്യത്തെ അസംഷൻ. അവിടുന്ന് എൻ്റെ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ത്രെഡുകൾ കണക്ട് ആകുന്ന ഇവിടുന്നൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് ഇതാണ്. ഒരാൾ ആൾക്കാരെ കൊന്നിട്ട് ബ്ലഡ് ഊറ്റിയെടുക്കുന്നു, എന്നിട്ട് ആ ബ്ലഡ് കലർത്തി ഒരു കോള വിൽക്കുന്നു. ഒരു കോള, നാട്ടിലൊരു കോള ഭയങ്കര ടേസ്റ്റി കോള സമയം ട്രെൻഡ് ആവുന്നു. അപ്പോൾ ഒരു പോലീസിനെ അന്വേഷിച്ച് ഇതിനെ തമ്മിലുള്ള ലിങ്ക് കണ്ടുപിടിക്കുന്നു. അതാണിത്. എന്നിട്ട്